ദൈവത്തിൻ സോനു ഭൂമിയിൽ വീണു താതനോടർത്ഥിച്ചു. കഴിയുമെങ്കിൽ ഈ പാനപാത്രമെൻ പ്രിയതാതാ മാറ്റിത്തരണമേ. താണു ദൈവത്തിൻ സോനു ഭൂമിയിൽ വീണു താതനോടർത്ഥിച്ചു. പാപങ്ങൾ വന്നുയർന്നോരു മാമല തീർത്തു നിൽക്കവേ. മധ്യപാപങ്ങൾ വന്നുയർന്നോരു മാമല തീർത്തു നിൽക്കവേ. ഭീതിയാൽ മൃദുമേനിയാകവേ രക്തധാരയിലാഴ്ന്നു പോ. ഭീതിയാൽ മൃദുമേനിയാകവേ രക്തധാരയിലാഴ്ന്നു പോ. കഴിയുമെങ്കിൽ ഈ പാനപാത്രമെൻ പ്രിയതാതാ മാറ്റിത്തരണമേ. താണു ദൈവത്തിൻ സോനു ഭൂമിയിൽ വീണു താതനോടർത്ഥിച്ചു. കഴിയുമെങ്കിൽ ഈ പാനപാത്രമെൻ പ്രിയതാതാ മാറ്റിത്തരണമേ. താണു ദൈവത്തിൻ സോനു ഭൂമിയിൽ വീണു താതനോടർത്ഥിച്ചു. ഈശോയിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈശോയുടെ പീഡാനുഭവ വഴിയിലൂടെ നാം കടന്നുപോയി. ഇനി ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്ന ഈ നിമിഷങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും വേദനകളെയും സഹനങ്ങളെയുമെല്ലാം കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് രക്ഷാകരമായി നമ്മുടെ സഹനങ്ങളെ മാറ്റുവാൻ കർത്താവെ സഹായിക്കണമേ എന്ന് ഈ കർമ്മങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മഹോന്നതനായ കർത്താവേ, ദൈവമായ അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. മഹത്വപൂർണമായ ത്രിത്വത്തെ ഞങ്ങൾ എല്ലാ സമയവും സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹ അനുഭവിച്ച പീഡകൾ ഭക്തിപൂർവ്വം ഞങ്ങൾ അനുസ്മരിക്കുന്നു. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേൽ മിശിഹ നേടിയ വിജയത്തിൽ ഞങ്ങളെയും പങ്കാളികളാക്കണമേ.
അവിടുത്തെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഫലങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവടിഞ്ഞു? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങയെ കാര്യമായി മതിക്കാത്ത മനുഷ്യരുടെ കയ്യിൽ എന്നെ വിട്ടുകൊടുക്കരുതേ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവെടിഞ്ഞു? പകൽ സമയം ഞാൻ നിന്നെ വിളിച്ചു, നീ എനിക്ക് ഉത്തരമരുളിയില്ല. രാത്രിയിൽ ഞാൻ നിന്നെ വിളിച്ചു, നീ എനിക്കായി കാത്തിരുന്നില്ല. നീ പരിശുദ്ധനാകുന്നു, നിന്റെ മഹിമയിൽ ഇസ്രായേൽ വസിക്കുന്നു. എന്റെ പിതാക്കന്മാർ നിന്നിൽ ആശ്രയിച്ചു, അവർ നിന്നിൽ ശരണം ശ്രമിച്ചു. അപ്പോൾ നീ അവർക്ക് വിമോചനമേകി. നിന്നോടവർ നിലവിളിച്ചു, അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. നിന്നിൽ അവർ ആശ്രയിച്ചു, അവർ ലജ്ജിതരായില്ല. ഞാൻ മനുഷ്യനല്ല, കൃമിയാകുന്നു, മനുഷ്യരുടെ നിന്നാവിഷയവും ജനത്തിൻ്റെ പരിഹാസപാത്രവുമാകുന്നു. കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു. അവർ വികൃതമായ ആംഗ്യങ്ങൾ കാട്ടുകയും തലയാട്ടുകയും ചെയ്യുന്നു. കർത്താവ് രക്ഷിക്കുമെന്ന് അവൻ പ്രത്യാശിച്ചു. അവനിൽ സംപ്രീതനാണെങ്കിൽ കർത്താവ് അവനെ രക്ഷിക്കട്ടെ. എന്നിൽ നിന്നും നീ അകന്നിരിക്കരുതേ. ഇതാ ദുരിതം അടുത്തിരിക്കുന്നു, എന്നെ സഹായിക്കാൻ ആരുമില്ല. നായ്ക്കൾ എൻ്റെ ചുറ്റും കൂട്ടം കൂടി, ദുഷ്ടരുടെ സംഘം എന്നെ വളഞ്ഞു. എന്റെ കൈകളും കാലുകളും അവർ തുളച്ചു, അസ്ഥികളെല്ലാം തുളിച്ചു. ആക്ഷേപപൂർവം അവർ തുറിച്ചു നോക്കി. എൻ്റെ വസ്ത്രം അവർ ഭാഗിച്ചെടുത്തു, അങ്കിക്ക് വേണ്ടി അവർ ചിട്ടയിട്ടു. കർത്താവേ, നീ എന്നിൽ നിന്നും അകന്നു പോകരുതേ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, സഹായത്തിന് വേഗം വരണമേ. വാളിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ. ഏകാകിയായ എന്നെ നായ്ക്കളിൽ നിന്ന് വിടുവിക്കണമേ. സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിക്കണമേ. ഉയർന്ന കൊമ്പിൽ നിന്ന് എളിയവനായ എന്നെ വിടുവിക്കണമേ. അഗതിയുടെ അർത്ഥനാവൻ നിന്നിച്ചില്ല, അവഗണിക്കുകയോ മുഖം തിരിക്കുകയോ ചെയ്തില്ല. അയാൾ വിളിച്ചപ്പോൾ അവൻ ശ്രവിച്ചു. ജനസമൂഹത്തിൽ എനിക്ക് സ്തുതി നിന്റെ പക്കൽ നിന്നാകുന്നു. ഭക്തന്മാർ കാണുകയും നേർച്ച ഞാൻ നിവർത്തിക്കും. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും. കർത്താവിനെ തേടുന്നവർ അവനെ സ്തുതിക്കും, സംതൃപ്തരായി എന്നെന്നും ജീവിക്കും. ഭൂവാസികളെല്ലാവരും കർത്താവിനെ അനുസ്മരിക്കട്ടെ. അവർ അവന്റെ പക്കലേക്ക് പിന്തിരിയട്ടെ. വിജാതിയരുടെ തലമുറകളെല്ലാം തിരുമുൻപിൽ പ്രണമിക്കട്ടെ. രാജ്യം കർത്താവിൻ്റെതാകുന്നു, വിജാതിയരുടെ അധിപൻ അവനാകുന്നു. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. എന്തെന്നാൽ മനുഷ്യർ എന്നെ ചവിട്ടി മെതിക്കുന്നു, മല്ലന്മാർ ദിവസം മുഴുവൻ എന്നെ ഞെരുക്കുന്നു. ദിവസം മുഴുവൻ എൻ്റെ ശത്രുക്കൾ എന്നെ ചവിട്ടി മെതിക്കുന്നു. അനേകം യോദ്ധാക്കൾ എനിക്കെതിരായി പ്രബലപ്പെടുന്നു. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. പകൽ സമയത്ത് പോലും ഞാൻ ഭയപ്പെടുകയില്ല. ദൈവത്തിൽ ഞാൻ അഭിമാനിക്കുന്നു, അവനിൽ ഞാൻ സമാശ്രയിക്കുന്നു. എനിക്ക് ഭയാശങ്കകളില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യാനാകും? അവർ ദിവസം മുഴുവനും എനിക്കെതിരായി ആലോചിക്കുന്നു, തിന്മ നിരൂപിക്കുന്നു. അവർ ഒളിച്ചിരിക്കുന്നു, എന്നെ അപായപ്പെടുത്തുവാൻ കാത്തിരിക്കുന്നു. എൻ്റെ കുതികാലുകളെ നിരീക്ഷിക്കുന്നു. അവനെ രക്ഷിക്കാൻ ആരുമില്ലെന്ന് അവർ വീമ്പിളക്കുന്നു. വിജാതിയരോടുള്ള കോപത്തിൽ നീ അവരെ വിധിക്കണമേ. ദൈവമേ, നിന്നിലുള്ള വിശ്വാസം എന്റെ കണ്ണീരെല്ലാം തിരുസന്നിധിയിൽ സൂക്ഷിക്കണമേ. നിന്റെ ഗ്രന്ഥത്തിൽ അവരകപ്പെടുത്തണമേ. എൻ്റെ ശത്രുക്കൾ ലജിച്ച് പുറംതിരിയട്ടെ. ദൈവം എന്നോടത്താണെന്ന് ഞാൻ അറിയുന്നു. ദൈവവചനം ഞാൻ കീർത്തിക്കുന്നു, ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. നിനക്കുള്ള നേർച്ചകൾ ഞാൻ നിറവേറ്റും, കൃതജ്ഞതാബലി അർപ്പിക്കും. എന്റെ ആത്മാവിനെ മരണത്തിൽ നിന്നും പാദങ്ങളെ വീഴ്ചയിൽ നിന്നും
അങ്ങൊന്ന് സംരക്ഷിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിടിഞ്ഞു? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങയെ കാര്യമായി മതിക്കാത്ത മനുഷ്യരുടെ കയ്യിൽ എന്നെ വിട്ടുകൊടുക്കരുതേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന് നൽകിയ നന്മകൾക്കായി അങ്ങയുടെ മകനീയ ത്രിത്വത്തിൻ്റെ ഉന്നതവും ഭാഗ്യപൂർണവുമായ പരിശുദ്ധവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ് കുരിശിൽ സ്വയം ബലിയർപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ. നിന്റെ ദാരുണമായ മരണത്തിൽ സൃഷ്ടികളെല്ലാം വിലപിച്ചുവല്ലോ. നിന്റെ പീഡാനുഭവത്തെയും മരണത്തെയും അനുസ്മരിക്കുന്ന ഞങ്ങൾ ലോകത്തിൽ മരിച്ചവരായി പരിശുദ്ധാത്മാവിൽ പുതുജീവൻ പ്രാപിക്കുന്നതിന് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങളോർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ഭഗവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന. ഗുരു ആശീർവദിച്ചാലും. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. പിന്നീടൊരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹം അവിടുന്ന് വിളിച്ചു. ഇതാ ഞാൻ അവൻ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയാദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹനബലിയായി അർപ്പിക്കണം. അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസ്ഹാക്കിനെയും ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. 3-ാം ദിവസം അവൻ തലയുയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. അബ്രാഹം ദഹനം ബലിക്കുള്ള വിറകെടുത്ത്
മകൻ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവർ ഒരുമിച്ച് മുമ്പോട്ട് നടന്നു. ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു. പിതാവേ. എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവരൊന്നിച്ച് മുന്നോട്ട് പോയി. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രാഹം കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രാഹം, അബ്രാഹം എന്ന് വിളിച്ചു. ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. കുട്ടിയുടെ മേൽ കൈകൾ വെക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രാഹം തലപൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പ് ഉടക്കിക്കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകനു പകരം ദഹനബലി അർപ്പിച്ചു. അബ്രാഹം ആ സ്ഥലത്തിന് യഹോവയിരെ എന്ന് പേരിട്ടു. കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. കർത്താവിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് വീണ്ടും അബ്രാഹത്തെ വിളിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിയായതുകൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണിത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചടക്കും. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അബ്രാഹം എഴുന്നേറ്റ് തൻ്റെ വേലക്കാരുടെ അടുത്ത് ചെന്നു. അവരൊന്നിച്ച് ബേർഷബയിലേക്ക് തിരിച്ചുപോയി. അബ്രാഹം ബേർഷബയിൽ പാർത്തു. ദൈവമായ കർത്താവിനെ സ്തുതി. കർത്താവിൻ്റെ രക്ഷയും പ്രകാശവുമാകുന്നു. ഞാൻ ആരെ പേടിക്കണം? രഹസ്യങ്ങൾ അറിയുന്ന ദൈവമേ, അങ്ങയുടെ തിരുമുൻപിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. ഞാൻ വിരണ്ടോടണം. നിന്ദകരും എതിരാളികളും ദുർവൃത്തരും എന്നെ വിഴുങ്ങുവാൻ സമീപിച്ചു. അപ്പോൾ അവർ ഒന്നടങ്കം മറിഞ്ഞു വീണു. ഒരു കാര്യം കർത്താവിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അത് തന്നെ ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് ജീവിതകാലം മുഴുവൻ കർത്താവിൻ്റെ ഭവനത്തിൽ വസിക്കണം. കർത്താവേ, ഞാൻ വിളിക്കുമ്പോൾ എന്റെ ശബ്ദം കേൾക്കണമേ. എന്നിൽ കനിയണമേ, എനിക്കുത്തരമരുളേണമേ. എന്റെ ഹൃദയം നിന്നോട് സംസാരിക്കുന്നു, എന്റെ വദനം തിരുമുഖം തേടുന്നു. കർത്താവേ, നിന്റെ മുഖം എന്നിൽ നിന്ന് മറയ്ക്കരുതേ. എന്റെ സഹായകനായ കർത്താവേ, നിന്റെ ദാസനായ എന്നെ ദുഷിക്കരുതേ. കർത്താവേ, നിന്റെ വഴി എന്നെ പഠിപ്പിക്കണമേ, നേർവഴിയിലൂടെ എന്നെ നയിക്കണമേ. എന്റെ വൈരികൾക്ക് എന്നെ കയ്യാടിയാക്കരുതേ. എനിക്കെതിരായി കള്ളസാക്ഷികൾ അണിനിരക്കുന്നു, അവർ തിന്മ സംസാരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിൻ്റെ രക്ഷയും പ്രകാശവുമാകുന്നു. ഞാൻ ആരെ പേടിക്കണം? രഹസ്യങ്ങൾ അറിയുന്ന ദൈവമേ, അങ്ങേ തിരുമുൻപിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. കർത്താവ് എന്റെ ജീവന്റെ ശക്തിയാകുന്നു, ആരിൽ നിന്നും ഞാൻ വിരണ്ടോടണം. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുമരണത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ.
വിളങ്ങുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുമരണത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ജനതകളവിടുത്തെ മഹിമകൾ പാടുന്നു, താണുവണങ്ങുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുമരണത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുമരണത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുമരണത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഗുരു ആശീർവദിച്ചാലും. മിശിഹ സഹോദരി അനുഗ്രഹിക്കട്ടെ. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്കു വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരു പക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്നു വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടതിനു ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച. മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സാധിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. നിയമം നൽകപ്പെടുന്നതിന് മുൻപ് തന്നെ പാപം ലോകത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല. ആദത്തിന്റെ പാപത്തിന് സദൃശ്യമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിന്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി. ആദം വരാനിരുന്നവന്റെ പ്രതിരൂപമാണ്. എന്നാൽ പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യന്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തുവെന്ന ഒരു മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. ഒരുവന്റെ പാപത്തിൽ നിന്നുള്ളവായ ഫലം പോലെയല്ല ഈ ദാനം.
ഒരു പാപത്തിൻ്റെ ഫലമായുണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി. അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ നീതീകരണത്തിനു കാരണമായി. നമ്മുടെ കർത്താവായ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വന്തം ജനങ്ങൾക്കു ജീവനേകാൻ സർവേശനന്ദനൻ ഭൂവിൽ വന്നു. സർവേശനന്ദനൻ ഭൂവിൽ വന്നു. സ്വന്തം ജനങ്ങൾക്കു ജീവനേകാൻ സർവേശനന്ദനൻ ഭൂവിൽ വന്നു. സർവേശനന്ദനൻ ഭൂവിൽ വന്നു. പുരുഷാണാനാഥനായി തീർത്തു ലോകം. വ്യഥയാണാനാഥരിൽ ചേർത്തു ലോകം. വ്യഥയാണാനാഥനിൽ ചേർത്തു ലോകം. പുരുഷാണാനാഥനായി തീർത്തു ലോകം. വ്യഥയാണാനാഥനിൽ ചേർത്തു ലോകം. വ്യഥയാണാനാഥനിൽ ചേർത്തു ലോകം. ഇരുളിൽ പ്രകാശം തെളിച്ചു കാട്ടാൻ പരമപ്രകാശം കനിഞ്ഞിറങ്ങി. പരമപ്രകാശം കനിഞ്ഞിറങ്ങി. ഇരുളിൽ പ്രകാശം തെളിച്ചു കാട്ടാൻ പരമപ്രകാശം കനിഞ്ഞിറങ്ങി. പരമപ്രകാശം കനിഞ്ഞിറങ്ങി. പുരുഷാണാനാഥനായി തീർത്തു ലോകം. വ്യഥയാണാനാഥനിൽ ചേർത്തു ലോകം. വ്യഥയാണാനാഥനിൽ ചേർത്തു ലോകം. സ്വന്തം ജനങ്ങൾക്കു ജീവനേകാൻ സർവേശനന്ദനൻ ഭൂവിൽ വന്നു. സർവേശനന്ദനൻ ഭൂവിൽ വന്നു. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പീഡാനുഭവ ചരിത്രം. ഇവ അരുളി ചെയ്ത ശേഷം ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഈശോ കെദ്രോൻ തോട് കടന്ന് പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി. അവിടെ ഗെത്സമേൻ എന്ന പേരിൽ ഒരു തോട്ടമുണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു. അപ്പോൾ അവിടുന്ന് അവരോട് ഇങ്ങനെ അരുളി ചെയ്തു: ഞാൻ പോയി പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. അനന്തരം ഈശോ പത്രോസിനെയും സബദേ പുത്രന്മാരായ യാക്കോബ്, യോഹന്നാൻ എന്നിവരെയും കൂട്ടിക്കൊണ്ട് അല്പദൂരം മുന്നോട്ട് നീങ്ങി. അവിടെ വെച്ച് ഈശോ അപാരമായ ദുഃഖത്താൽ വിവശനായി തീർന്നു. അവിടുന്ന് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു: എൻ്റെ ആത്മാവ് മരണവേദന അനുഭവിക്കുന്നു. നിങ്ങൾ എന്നോടുകൂടെ ഉണർന്നിരിക്കുവിൻ. അനന്തരം അവിടുന്ന് ഒരു കല്ലേറ് ദൂരെ മാറി മുട്ടുകുത്തി സാഷ്ടാംഗം വീണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: പിതാവേ, കഴിയുമെങ്കിൽ ഈ മണിക്കൂർ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. അങ്ങ് സർവശക്തനാണല്ലോ. ഈ കാസ എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ ശിഷ്യന്മാരുടെ പക്കലേക്ക് മടങ്ങിച്ചെന്നപ്പോൾ അവർ ഉറങ്ങുന്നതാണ് കണ്ടത്. അപ്പോൾ അവിടുന്ന് പത്രോസിനോട് ചോദിച്ചു: ശിമയോനെ, നീ ഉറങ്ങുകയാണോ? 1 മണിക്കൂർ നേരം എന്നോടുകൂടെ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ.
പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമായിരിക്കുന്നു. അവിടുന്ന് വീണ്ടും പോയി അതേ വാക്കുകൾ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ പിതാവേ, ഈ കാസ ഞാൻ കുടിക്കാതെ നിവൃത്തിയില്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ വീണ്ടും തിരിച്ചു ചെന്നപ്പോഴും അവർ ഉറങ്ങുന്നതായിട്ടാണ് കണ്ടത്. അവരുടെ കണ്ണുകൾ അത്രയ്ക്ക് നിദ്രാഭാരമുള്ളവയായിരുന്നു. അവിടുത്തോട് എന്തു മറുപടി പറയണമെന്നറിയാതെ അവർ വിഷമിച്ചു. ഈശോ അവരെ വിട്ട് 3-ാം പ്രാവശ്യവും പ്രാർത്ഥിക്കുവാൻ പോയി. അവിടുന്ന് അതേ വാക്കുകൾ തന്നെ ഉരുവിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഈശോയെ ധൈര്യപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു മാലാഖ പ്രത്യക്ഷനായി. വേദന കഠോരമായപ്പോൾ അവിടുന്ന് കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളികളായി നിലത്ത് വീണു. അവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് 3-ാം പ്രാവശ്യവും ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ചെന്നു. അവർ അപ്പോഴും ദുഃഖാർത്തരായി തളർന്നുറങ്ങുകയായിരുന്നു. അവിടുന്ന് അവരോട് അരുൾ ചെയ്തു, ഇപ്പോഴും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ? ഇതാ, മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുവാനുള്ള സമയമായി. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ എത്തിക്കഴിഞ്ഞു. അവിടുത്തെ ഒറ്റിക്കൊടുത്ത യൂദാസ് ആ സ്ഥലം അറിയാമായിരുന്നു. എന്തെന്നാൽ ശിഷ്യന്മാരും ഒന്നിച്ച് ഈശോയെ പലപ്പോഴും അവിടെ പോകാറുണ്ടായിരുന്നു. യൂദാസ് പട്ടാളത്തെയും പ്രധാന ആചാര്യന്മാരെയും പ്രീശന്മാരുടെയും സേവന്മാരെയും കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നു. അവർ വിളക്കുകളും പന്തങ്ങളും വാളുകളും വടികളും എടുത്തിരുന്നു. ഈശോ ശിഷ്യന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 12 പേരിൽ ഒരുവനായ യൂദാസ് അവിടെ എത്തിയത്. ഒറ്റിക്കൊടുക്കാനിരുന്നവൻ അവരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരാളെ ചുംബിക്കും, അവനാണ് മിശിഹ. അവനെ നിങ്ങൾ ശ്രദ്ധാപൂർവം പിടിച്ചുകൊള്ളണം. അടുത്തെത്തി ഉടനെ യൂദാസ് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഈശോയെ ചുംബിച്ചു. ഗുരു, സ്വസ്തി. അപ്പോൾ ഈശോ അയാളോട് ചോദിച്ചു, സ്നേഹിത, നീ ഇതിനാണോ വന്നത്? യൂദാസേ, ചുംബിച്ചുകൊണ്ട് നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുകയാണോ? സംഭവിക്കാൻ പോകുന്നതെല്ലാം അറിഞ്ഞിരുന്ന ഈശോ അവരുടെ അടുക്കലേക്ക് ചെന്ന് ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ അവിടുത്തോട് പറഞ്ഞു, നസ്രായനായ ഈശോയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. ഈശോ അവരോട് അരുൾ ചെയ്തു, അത് ഞാൻ തന്നെയാകുന്നു. അവിടുത്തെ ഒറ്റിക്കൊടുത്ത യൂദാസും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അത് ഞാൻ തന്നെയാകുന്നു എന്ന് അവിടുന്ന് അരുൾ ചെയ്ത ക്ഷണത്തിൽ അവരെല്ലാവരും പുറകോട്ട് മറിഞ്ഞു വീണു. ഈശോ വീണ്ടും അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ വീണ്ടും പറഞ്ഞു, നസ്രായനായ ഈശോയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. അവിടുന്ന് അവരോട് അരുൾ ചെയ്തു, അത് ഞാൻ തന്നെയാണെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്നെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഇവരെല്ലാം പൊയ്ക്കൊള്ളട്ടെ. അങ്ങ് എന്നെ ഏൽപ്പിച്ചവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്നുള്ള തൻ്റെ പ്രവചനം പൂർത്തിയാകുവാനാണ് അവിടുന്ന് ഇപ്രകാരം പറഞ്ഞത്. എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ ശിഷ്യന്മാർ അവിടുത്തോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങളും വാളെടുക്കട്ടെയോ? ശിമയോൻ പത്രോസിൻ്റെ കൈവശം ഒരു വാളുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് അത് ഊരി പ്രധാന ആചാര്യൻ്റെ സേവകനെ വെട്ടി അവൻ്റെ വലത്ത് ചെവി മുറിച്ചു കളഞ്ഞു. ആ സേവകൻ്റെ പേര് മാൽക്കൂസ് എന്നായിരുന്നു. അവൻ്റെ ചെവി തൊട്ട് സുഖപ്പെടുത്തിയ ശേഷം ഈശോ പത്രോസിനോട് അരുൾ ചെയ്തു, വാൾ അതിൻ്റെ ഉറയിലിടുക. വാളെടുക്കുന്നവൻ വാളാൽ തന്നെ മരിക്കും. ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ ക്ഷണനേരം കൊണ്ട് 12-ലേറെ വിയകും മാലാഖമാരെ അയച്ച് ശത്രുകരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുകയില്ലെന്നാണോ നീ കരുതുന്നത്? അങ്ങനെ ചെയ്താൽ ഇതെല്ലാം സംഭവിക്കണമെന്ന തിരുവെഴുത്ത് എങ്ങനെ പൂർത്തിയാകും? എൻ്റെ പിതാവ് എനിക്ക് തന്ന കാസ ഞാൻ കുടിക്കേണ്ടതല്ലയോ? അനന്തരം ഈശോ ആ ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, ഒരു കവർച്ചക്കാരനെ പിടിക്കുവാൻ എന്ന വണ്ണം വാളുകളും വടികളുമായി നിങ്ങളിപ്പോൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നവനല്ലേ? അന്നൊന്നും നിങ്ങളെന്നെ പിടികൂടിയില്ലല്ലോ. ഇത് നിങ്ങളുടെ സമയമാണ്. ഇത് അന്ധകാരത്തിൻ്റെ ഭരണമാണ്. പ്രവചനങ്ങൾ പൂർത്തിയാകുവാൻ ഇങ്ങനെയെല്ലാം സംഭവിച്ചേ മതിയാവൂ. അപ്പോൾ സഹസ്രാധിപനും പട്ടാളക്കാരും ഈശോയുടെ പരിചാരകരും ചേർന്ന് ഈശോയെ പിടിച്ച് ബന്ധിച്ചു.
അത് കണ്ട ശിഷ്യന്മാരെല്ലാം അവിടുത്തെ ഉപേക്ഷിച്ചോടിപ്പോയി. എന്നാൽ ഒരു യുവാവ് ഈശോയെ അനുഗമിച്ചിരുന്നു. അവർ അയാളെ പിടികൂടി ധരിച്ചിരുന്ന വസ്ത്രം ഉപേക്ഷിച്ച് അയാളും ഓടി രക്ഷപ്പെട്ടു. ഈശോയെ ആദ്യം അവർ അന്നാസിൻ്റെ പക്കലേക്കാണ് കൊണ്ടുപോയത്. എന്തെന്നാൽ അയാൾ അക്കൊല്ലത്തെ മഹാപുരോഹിതനായിരുന്നു, കയ്യപ്പായുടെ ശുശ്രൂരനായിരുന്നു. ജനങ്ങളൊന്നാകെ നശിക്കാതിരിക്കാൻ ഒരാൾ അയാൾക്ക് പകരം മരിക്കുന്നത് നല്ലതാണ് എന്ന് ഒരിക്കൽ പ്രസ്താവിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു കയ്യപ്പ. പ്രധാനാചാര്യൻ ഈശോയോട് അവിടുത്തെ ശിഷ്യന്മാരെയും ഉപദേശത്തെപ്പറ്റിയും ചോദിച്ചു. ഈശോ ഇപ്രകാരം മറുപടി പറഞ്ഞു: ഞാൻ ജനങ്ങളോട് പരസ്യമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. യൂതന്മാരുടെ സംഘത്തിലും ദേവാലയത്തിലുമല്ലാതെ രഹസ്യമായി ഞാനൊന്നും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ഞാൻ എന്ത് പറഞ്ഞുവെന്ന് എൻ്റെ ശ്രോതാക്കളോട് തന്നെ ചോദിക്കുക. ഞാൻ പറഞ്ഞതെല്ലാം അവർക്കറിയാമല്ലോ. അവിടുന്ന് അങ്ങനെ അരുൾ ചെയ്തപ്പോൾ അടുത്തു നിന്നിരുന്ന ഒരു പരിചാരകൻ ഇപ്രകാരം ചോദിച്ചുകൊണ്ട് അവിടുത്തെ കവിൾത്തടത്തിൽ അടിച്ചു. ഇങ്ങനെയാണോ പ്രധാനാചാര്യനോട് മറുപടി പറയുന്നത്? ഈശോ അയാളോട് ചോദിച്ചു: ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കാണിച്ചു തരിക. തെറ്റൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ അടിച്ചത്? അന്നാസ് ഈശോയെ ബന്ധിതനാക്കി തന്നെ മഹാപുരോഹിതനായ കയ്യപ്പായുടെ അടുക്കലേക്ക് അയച്ചു. പ്രധാനാചാര്യന്മാരും നിയമജ്ഞരും ജനപ്രമാണികളുമെല്ലാം അവിടെ സമ്മേളിച്ചിരുന്നു. പ്രധാനാചാര്യന്മാരും ന്യായാധിപ സംഘവും ഈശോയെ വധശിക്ഷയ്ക്ക് വിധിക്കുവാനുള്ള തെളിവുണ്ടാക്കുവാൻ പരിശ്രമിക്കുകയായിരുന്നു. എന്നാൽ അതിൽ അവർ പരാജയമണഞ്ഞു. പലരും അവിടുത്തേക്കെതിരായി കള്ളസാക്ഷ്യം പറയുവാൻ തയ്യാറായി ചെന്നെങ്കിലും അവരുടെ സാക്ഷ്യങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടാതെ പോയി. അവസാനം 2 കള്ളസാക്ഷികൾ ചെന്ന് ഇങ്ങനെ മൊഴി കൊടുത്തു: മനുഷ്യനിർമ്മിതമായി ഈ ദേവാലയം നശിപ്പിച്ച് 3 ദിവസങ്ങൾക്കകം മനുഷ്യനിർമ്മിതമല്ലാത്ത മറ്റൊന്നു ഞാൻ പണിയും എന്നു ഈ മനുഷ്യൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അവിടെയും അവരുടെ സാക്ഷ്യങ്ങൾക്ക് തമ്മിൽ പൊരുത്തമില്ലായിരുന്നു. മഹാപുരോഹിതൻ അവരുടെ മധ്യേ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈശോയോട് ചോദിച്ചു: ഈ മനുഷ്യരെല്ലാം നിനക്കെതിരായി നൽകുന്ന സാക്ഷ്യങ്ങളെക്കുറിച്ച് നിനക്കൊന്നും പറയുവാനില്ലേ? ഈശോ യാതൊരു മറുപടിയും നൽകിയില്ല. മഹാപുരോഹിതൻ വീണ്ടും ചോദിച്ചു: നീ ദൈവപുത്രനായ മിശിഹ തന്നെയോ എന്ന് ഞങ്ങളോട് പറയണമെന്ന് സജീവ ദൈവത്തിൻ്റെ നാമത്തിൽ ശപഥം ചെയ്ത് ഞാൻ ആവശ്യപ്പെടുന്നു. ഈശോ അരുൾ ചെയ്തു: അങ്ങ് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലതുഭാഗത്തിരിക്കുന്നതും വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് കേട്ടപ്പോൾ മഹാപുരോഹിതൻ തൻ്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു: ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? ഇവൻ ദൈവദൂഷണം പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ മറുപടി പറഞ്ഞു: ഇവൻ മരണശിക്ഷയ്ക്ക് അർഹനാകുന്നു. പിന്നീട് അവർ അവിടുത്തെ മുഖത്ത് തുപ്പുകയും ഇടിക്കുകയും കർണത്തടിക്കുകയും ചെയ്തു. കണ്ണുകൾ മൂടിക്കെട്ടിയ ശേഷം ഇപ്രകാരം ചോദിച്ചുകൊണ്ട് അവിടുത്തെ അടിച്ചു: നിന്നെ അടിച്ചത് ആരാണെന്ന് പ്രവചിക്കുക. അവർ അവിടുത്തേക്കെതിരായി പല ദൂഷണങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. ശിമയോൻ പത്രോസും മറ്റൊരു ശിഷ്യനും മഹാപുരോഹിതന്റെ അങ്കണം വരെ ദൂരത്തു കൂടി ഈശോയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ആ ശിഷ്യൻ മഹാപുരോഹിതനെ പരിചയമുണ്ടായിരുന്നതിനാൽ ഈശോയുടെ കൂടെ മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് പ്രവേശിക്കുവാൻ സാധിച്ചു. എന്നാൽ പത്രോസ് പുറത്ത് വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. അതിനാൽ മഹാപുരോഹിതനെ പരിചയമുണ്ടായിരുന്ന മറ്റേ ശിഷ്യൻ ചെന്ന് വാതിൽ കാവൽക്കാരെയോട് ശുപാർശ ചെയ്തു. ശിമയോൻ പത്രോസിനെയും അകത്ത് പ്രവേശിപ്പിച്ചു. ആ വാതിൽ കാവൽക്കാരി ശിമയോനോട് ചോദിച്ചു: താനും ആ മനുഷ്യന്റെ ഒരു ശിഷ്യനല്ലയോ? പെട്ടെന്ന് അയാൾ മറുപടി പറഞ്ഞു: ഞാൻ ആ മനുഷ്യന്റെ ശിഷ്യനല്ല. കാര്യങ്ങൾ എങ്ങനെ അവസാനിക്കുമെന്ന് കാണാനായി ശിമയോൻ ഭൃത്യന്മാരോടുകൂടെ അകത്ത് കാത്തിരുന്നു. കുളിരായിരുന്നതിനാൽ ഭൃത്യന്മാരും സേവകരും തീ കൂട്ടി കാഞ്ഞുകൊണ്ടിരുന്നു. ശിമയോനും അവരുടെ കൂടെ തീ കായുകയായിരുന്നു. അപ്പോൾ മഹാപുരോഹിതന്റെ ഒരു പരിചാരിക ആ വഴി വന്നു. അവൾ ശിമയോനെ സൂക്ഷിച്ചു നോക്കിയ ശേഷം ഇങ്ങനെ ചോദിച്ചു: താനും നസ്രായനായി ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പത്രോസ് നിഷേധിച്ച് പറഞ്ഞു: നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല. അനന്തരം അയാൾ പടിവാതിൽക്കലേക്ക് പോയി. അപ്പോൾ കോഴി കൂവി. അല്പം കഴിഞ്ഞ് അവിടെ നിന്നിരുന്നവർ അടുത്തു ചെന്ന് പത്രോസിനോട് പറഞ്ഞു:
താനും അവിടെ കൂടെയുള്ളവൻ തന്നെ, സംശയമില്ല. തന്റെ സംസാര രീതി അത് തെളിയിക്കുന്നു. അപ്പോൾ ശിമയോൻ പത്രോസ് സത്യം ചെയ്ത് ആണയിട്ട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല. പ്രധാനാചാര്യന്റെ ഭൃത്യനും പത്രോസ് ചെവി മുറിച്ചവന്റെ ചാർച്ചക്കാരനുമായ ഒരു മനുഷ്യൻ പത്രോസിനോട് പറഞ്ഞു: തോട്ടത്തിൽ വെച്ച് അയാളുടെ കൂടെ തന്നെയും ഞാൻ കണ്ടല്ലോ. പത്രോസ് അതും നിഷേധിച്ചു. അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2-ാം പ്രാവശ്യം കോഴി കൂവി. കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കി. കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിച്ച് പറയും എന്ന് അവിടുന്ന് അരുളി ചെയ്തിരുന്നു. പത്രോസ് അപ്പോൾ ഓർത്തു. അയാൾ പുറത്തേക്ക് പോയി ഹൃദയം നൊന്ത് കരഞ്ഞു. നേരം വെളുത്തപ്പോൾ പ്രധാനാചാര്യന്മാരും ജനപ്രമാണികളും നിയമജ്ഞരും ചേർന്ന് ഈശോയെ വധിക്കുന്നതിനെപ്പറ്റി ആലോചന നടത്തി. ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പാകെ അവിടുത്തെ ഹാജരാക്കിയ ശേഷം അവർ അവിടുത്തോട് ഇപ്രകാരം പറഞ്ഞു: നീ മിശിഹായാണെങ്കിൽ അക്കാര്യം ഞങ്ങളോട് തുറന്നു പറയുക. അവിടുന്ന് ഇങ്ങനെ മറുപടി പറഞ്ഞു: എൻ്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കുകയില്ല. എൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയുകയുമില്ല. ഇന്നു മുതൽ മനുഷ്യപുത്രൻ സർവശക്തനായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കും. അവർ വീണ്ടും അവിടുത്തോട് ചോദിച്ചു: ആകയാൽ നീ ദൈവപുത്രനാണെന്ന് പറയുകയാണോ? അവിടുന്ന് ഉത്തരമരുളി: ഞാൻ ദൈവപുത്രനാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അവർ പറഞ്ഞു: നമുക്കിനി സാക്ഷികളെ കൊണ്ട് എന്താണ് ആവശ്യം? നാം തന്നെ നേരിട്ട് കേട്ടു കഴിഞ്ഞല്ലോ. അവർ അവിടുത്തെ ബന്ധിച്ച് ഗവർണറായിരുന്ന പന്തിയോസ് പീലാത്തോസിന്റെ മുമ്പാകെ ഹാജരാക്കി. ഈശോ വിധിക്കപ്പെട്ട വിവരമറിഞ്ഞപ്പോൾ അവിടുത്തെ ഒറ്റിക്കൊടുത്ത യൂദാസ് മനക്ലേശത്തോടെ 30 വെള്ളി നാണയങ്ങളുമായി പ്രധാനാചാര്യന്മാരുടെയും ജനപ്രമാണികളുടെയും അടുക്കൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു: ഞാൻ പാപം ചെയ്തു പോയി. കുറ്റമില്ലാത്ത രക്തം ഞാൻ ഒറ്റിക്കൊടുത്തു. അവർ മറുപടി പറഞ്ഞു: അതിന് ഞങ്ങൾ എന്ത് വേണം? നീ പോയി നിന്റെ കാര്യം നോക്കിക്കൊള്ളുക. അവൻ ആ നാണയത്തുട്ടുകൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞു പോയി തൂങ്ങിച്ചത്തു. പ്രധാനാചാര്യന്മാർ ആ നാണയത്തുട്ടുകൾ പെറുക്കിയെടുത്ത് ഇപ്രകാരം പറഞ്ഞു: ഇത് രക്തത്തിന്റെ വിലയാകിയാൽ നേർച്ചപ്പെട്ടിയിലിടുന്നത് ശരിയല്ല. അവർ കൂടി ആലോചിച്ച ശേഷം ആ പണം കൊടുത്ത് വിദേശികളെ സംസ്കരിക്കുവാൻ ഒരു കുശവന്റെ പറമ്പ് വാങ്ങി. ആ സ്ഥലം ഇന്നും രക്തപ്പറമ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിലപ്പെട്ടവന്റെ വിലയായ ഇസ്രായേൽക്കാർ കണക്കാക്കിയ 30 വെള്ളി നാണയമെടുത്ത് കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ അവർ കുശവന്റെ പറമ്പ് കൊടുത്തു എന്നുള്ള ജെറമ്യാസിന്റെ പ്രവചനം അങ്ങനെ പൂർത്തിയായി. നേരം പുലർച്ചെയായപ്പോൾ അവർ ഈശോയെ കയ്യപ്പായുടെ ഭവനത്തിൽ നിന്ന് ഗവർണറുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടിയിരുന്നതിനാൽ അവരാരും കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചില്ല. അതിനാൽ പീലാത്തോസ് പുറത്തിറങ്ങിച്ചെന്ന് അവരോട് ചോദിച്ചു: എന്തു കുറ്റമാണ് നിങ്ങൾ ഈ മനുഷ്യന്റെ മേൽ ആരോപിക്കുന്നത്? അതിന് അവർ ഇങ്ങനെ മറുപടി പറഞ്ഞു: കുറ്റക്കാരനല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ അയാളെ അങ്ങയുടെ സമക്ഷം ഹാജരാക്കിയില്ലായിരുന്നു. പീലാത്തോസ് അവരോട് പറഞ്ഞു: അങ്ങനെയെങ്കിൽ നിങ്ങൾ തന്നെ അയാളെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമം അനുസരിച്ച് വിസ്തരിച്ചുകൊള്ളുവിൻ. ഉടനെ യൂതന്മാർ പീലാത്തോസിനോട് പറഞ്ഞു: ആർക്കും മരണശിക്ഷ നൽകുവാൻ ഞങ്ങൾക്ക് അധികാരമില്ലല്ലോ. എങ്ങനെയാണ് താൻ മരിക്കാൻ പോകുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ ഈശോ പറഞ്ഞ വാക്കുകൾ അങ്ങനെ നിറവേറുകയായിരുന്നു. അനന്തരം അവർ ഈശോയുടെ മേൽ ഓരോ കുറ്റങ്ങൾ ആരോപിച്ചു തുടങ്ങി. ഇയാൾ ജനങ്ങളെ വഴിതെറ്റിക്കുകയും സീസറിന് കപ്പം കൊടുക്കുന്നത് തടയുകയും താൻ രാജാവായ മിശിഹായാണെന്ന് പറയുകയും ചെയ്തതായി ഞങ്ങൾക്കറിയാം. അപ്പോൾ പീലാത്തോസ് അകത്തു പോയി ഈശോയെ വിളിച്ച് ഇപ്രകാരം ചോദിച്ചു: നിങ്ങൾ യൂതന്മാരുടെ രാജാവാണോ? ഈശോ അരുൾ ചെയ്തു: ഇത് അങ്ങ് സ്വയം ചോദിക്കുന്നുവോ, മറ്റുള്ളവർ എന്നെപ്പറ്റി പറഞ്ഞതുകൊണ്ട് ചോദിക്കുന്നുവോ? മറുപടിയായി പീലാത്തോസ് ചോദിച്ചു: ഞാൻ ഒരു യൂതനല്ലല്ലോ. നിങ്ങളുടെ ആളുകളും പ്രധാന ആചാര്യന്മാരുമല്ലേ നിങ്ങളെ എൻ്റെ മുൻപിൽ ഹാജരാക്കിയത്. നിങ്ങൾ എന്ത് കുറ്റമാണ് ചെയ്തത്? അപ്പോൾ ഈശോ അരുൾ ചെയ്തു: എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ യൂതന്മാരുടെ കൈകളിൽ വീഴാതിരിക്കുവാൻ എൻ്റെ സേവകന്മാർ യുദ്ധം ചെയ്യുമായിരുന്നു. എൻ്റെ രാജ്യം ഇവിടെയല്ല. പീലാത്തോസ് വീണ്ടും ചോദിച്ചു: അപ്പോൾ നിങ്ങൾ ഒരു രാജാവ് തന്നെയാണെന്നോ?
ഈശോ ഉത്തരമരുളി, ഞാൻ രാജാവാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞു. സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നതും. സത്യത്തോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം എൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ പീലാത്തോസ് ചോദിച്ചു, സത്യം എന്താകുന്നു? ചോദ്യം കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം യൂതന്മാരുടെ നേരെ തിരിഞ്ഞ് പ്രധാനാചാര്യന്മാരോടും ജനസമൂഹത്തോടും ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല. അവർ വീണ്ടും ഈശോയിൽ കുറ്റം ആരോപിച്ചു തുടങ്ങി. ഇയാൾ ഗലീല മുതൽ ഇവിടെ വരെ യൂദയ രാജ്യത്തിലെങ്ങും പ്രസംഗിച്ച് ജനങ്ങളെ പ്രക്ഷോഭത്തിന് പ്രേരിപ്പിക്കുന്നു. ഗലീല എന്ന് കേട്ട ഉടനെ പീലാത്തോസ് ചോദിച്ചു, ഈ മനുഷ്യൻ ഗലീലാക്കാരനാണോ? ഈശോ ഹെരോദോസിന്റെ അധികാര സീമയിൽപ്പെട്ടവനാണെന്നറിഞ്ഞപ്പോൾ പീലാത്തോസ് അവിടുത്തെ ഹെരോദോസിന്റെ പക്കലേക്ക് അയച്ചു. അദ്ദേഹം അന്ന് ജെറൂസലേമിലുണ്ടായിരുന്നു. ഈശോയെ കണ്ടപ്പോൾ ഹെരോദോസ് വളരെ സന്തോഷിച്ചു. അദ്ദേഹം ഈശോയെക്കുറിച്ച് പലതും കേട്ടിരുന്നു. അവിടുത്തെ ഒന്ന് കാണുവാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അവിടുന്ന് എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണണമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. ഹെരോദോസ് ഈശോയോട് പലതും ചോദിച്ചു. എന്നാൽ അവിടുന്ന് ഒരു മറുപടിയും പറഞ്ഞില്ല. അവിടെയും പ്രധാനാചാര്യന്മാരും നിയമജരും ഈശോയ്ക്കെതിരായി ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നു. അവസാനം ഹെരോദോസും പടയാളികളും കൂടി അവിടുത്തെ നിന്ദിച്ച് പരിഹസിക്കുകയും വിലയേറിയ ഒരു വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ പക്കലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. ശത്രുതയിൽ കഴിഞ്ഞിരുന്ന ഹെരോദോസും പീലാത്തോസും അന്നു മുതൽ മിത്രങ്ങളായി തീർന്നു. പീലാത്തോസ് പ്രധാനാചാര്യന്മാരെയും ജനപ്രമാണികളെയും വിളിച്ചുകൂട്ടി ഇങ്ങനെ പറഞ്ഞു, ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു എന്ന് കുറ്റം ആരോപിച്ചാണല്ലോ നിങ്ങൾ ഈ മനുഷ്യനെ എൻ്റെ മുൻപിൽ ഹാജരാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ ഇയാളെ വിസ്തരിച്ചു. എന്നാൽ നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളൊന്നും ഞാൻ ഇയാളിൽ കണ്ടില്ല. ഹെരോദേസിനും ഇയാളിൽ കുറ്റമൊന്നും കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇയാളെ ഇങ്ങോട്ട് തന്നെ തിരിച്ചയക്കുകയാണല്ലോ ചെയ്തത്. മരണശിക്ഷയ്ക്ക് അർഹമായ കുറ്റമൊന്നും ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല. അതിനാൽ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ഇയാളെ ഞാൻ വിട്ടയക്കും. എല്ലാ പെസഹ തിരുനാളിലും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ ഗവർണർ മോചിപ്പിക്കുക പതിവായിരുന്നു. അതനുസരിച്ച് ആളെ മോചിപ്പിക്കുവാൻ ജനങ്ങൾ ആവശ്യപ്പെട്ടു തുടങ്ങി. ഒരു കലാപത്തിനിടയിൽ കൊലപാതകം നടത്തിയ കുറ്റത്തിന് പ്രക്ഷോഭകാരികളുടെ കൂടെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ബറാബാസ് എന്ന കുപ്രസിദ്ധനായ ഒരു തടവുകാരനുണ്ടായിരുന്നു. ജനക്കൂട്ടം കൂടിയപ്പോൾ പീലാത്തോസ് അവരോട് ചോദിച്ചു, പെസഹ തിരുനാളിൽ ഒരു തടവുകാരനെ മോചിപ്പിക്കുക പതിവുണ്ടല്ലോ. ഞാൻ ആരെയാണ് മോചിപ്പിക്കേണ്ടത്? ബറാബാസിനെയോ മിശിഹ എന്ന് വിളിക്കപ്പെടുന്ന ഈശോയെയോ? അവർ ഈശോയെ പിടിച്ചേൽപ്പിച്ചത് അവരുടെ അസൂയ കൊണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പീലാത്തോസ് ന്യായാസനത്തിലിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ആളയച്ച് ഇപ്രകാരം അറിയിച്ചു, ആ നീതിമാനെ ഒന്നും ചെയ്യരുത്. അദ്ദേഹത്തെ പ്രതി സ്വപ്നത്തിൽ ഞാൻ വളരെ വേദന അനുഭവിച്ചു. എന്നാൽ പ്രധാനാചാര്യന്മാരും ജനപ്രമാണികളും ബറാബാസിനെ മോചിപ്പിക്കുന്നതിനും ഈശോയെ വധിക്കുന്നതിനും മുറവിളി കൂട്ടുവാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചിരുന്നു. പീലാത്തോസ് ജനങ്ങളോട് ഇങ്ങനെ ചോദിച്ചു, ഈ 2 പേരിൽ ആരെ മോചിപ്പിക്കുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, ഈശോയെ വധിക്കുക, ബറാബാസിനെ മോചിപ്പിക്കുക. ഈശോയെ മോചിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പീലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു, യൂതന്മാരുടെ രാജാവെന്ന് വിളിക്കുന്ന ഈശോയെ ഞാൻ എന്തു ചെയ്യണം? അപ്പോൾ എല്ലാവരും കൂടി വിളിച്ചു പറഞ്ഞു, അവനെ കുരിശിൽ തറയ്ക്കുക, അവനെ കുരിശിൽ തറയ്ക്കുക. 3-ാം പ്രാവശ്യവും പീലാത്തോസ് അവരോട് ചോദിച്ചു, ഈ മനുഷ്യൻ എന്തു കുറ്റമാണ് ചെയ്തത്? വധശിക്ഷ അർഹിക്കുന്ന യാതൊരു കുറ്റവും ഞാൻ ഇയാളിൽ കാണുന്നില്ല. അവരാകട്ടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്ന ശാഠ്യഭാവത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ മുറവിളിക്ക് ശക്തി കൂടി വരികയും ചെയ്തു. അവസാനം പീലാത്തോസ് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അവരുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തു. കവർച്ചയും കൊലപാതകവും മൂലം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവനെ അവരുടെ ആവശ്യപ്രകാരം അദ്ദേഹം സ്വതന്ത്രനാക്കി. ഈശോയെ അവരുടെ ഹിതത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. അനന്തരം പീലാത്തോസ് ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ചു. പടയാളികൾ ഈശോയെ കൊട്ടാരത്തിൻ്റെ അങ്കണത്തിലേക്ക് കൊണ്ടുപോയി സൈന്യദളങ്ങളെയെല്ലാം അവിടെ വിളിച്ചു വരുത്തി. അനന്തരം അവിടുത്തെ വസ്ത്രങ്ങൾ മാറ്റി ഒരു ചുമന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ടുള്ളൊരു മുടിയുണ്ടാക്കി ശിരസിന്മേൽ വെച്ചു. വലത്ത് കൈയിൽ ഒരു ഞാങ്ങണയും കൊടുത്തു. പിന്നീട്
അവർ അവിടുത്തെ മുമ്പിൽ മുട്ടുകുത്തി, യൂദന്മാരുടെ രാജാവേ വന്ദനം എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അവിടുത്തെ കർണത്തടിച്ചു. അനന്തരം ഞാങ്ങണയെടുത്ത് ശിരസിലടിക്കുകയും തുപ്പുകയും ചെയ്തു. പീലാത്തോസ് വീണ്ടും പുറത്തു ചെന്ന് അവരോട് പറഞ്ഞു, ഞാൻ അയാളിൽ കുറ്റമൊന്നും കാണുന്നില്ലെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അയാളെ ഇപ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. മുൾക്കിരീടവും ചുവന്ന മേലങ്കിയും ധരിച്ചിരുന്ന ഈശോയെ ഉടനെ പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാണ് ആ മനുഷ്യൻ. പ്രധാനാചാര്യന്മാരും പരിചാരകരും അവിടുത്തെ കണ്ടപ്പോൾ അട്ടഹസിച്ചു പറഞ്ഞു, അവനെ കുരിശിൽ തറയ്ക്കുക, അവനെ കുരിശിൽ തറയ്ക്കുക. പീലാത്തോസ് പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അയാളെ കൊണ്ടുപോയി കുരിശിൽ തറച്ചുകൊള്ളുവിൻ. ഞാൻ അയാളിൽ കുറ്റമൊന്നും കാണുന്നില്ല. അപ്പോൾ യൂദന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് അവൻ വധശിക്ഷയ്ക്ക് അർഹനാകുന്നു. എന്തെന്നാൽ താൻ ദൈവപുത്രനാണെന്ന് അവൻ അവകാശപ്പെടുന്നു. അത് കേട്ടപ്പോൾ പീലാത്തോസ് അത്യധികം ഭയപ്പെട്ടു. അതിനാൽ വീണ്ടും അകത്ത് ചെന്ന് അദ്ദേഹം ഈശോയോട് ചോദിച്ചു, നിങ്ങൾ ആരാകുന്നു? ഈശോ അതിന് മറുപടി നൽകിയില്ല. പീലാത്തോസ് വീണ്ടും അവിടുത്തോട് ചോദിച്ചു, എന്നോട് നിങ്ങൾ മറുപടി പറയുകയില്ലേ? നിങ്ങളെ കുരിശിൽ തറയ്ക്കുവാനും വിട്ടയക്കുവാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ? ഈശോ ഇപ്രകാരം മറുപടി പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടാതിരുന്നെങ്കിൽ അങ്ങേക്ക് എൻ്റെ മേൽ അധികാരമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ആകയാൽ എന്നെ അങ്ങേപ്പക്കൽ ഏൽപ്പിച്ചവനാണ് അങ്ങയേക്കാൾ വലിയ കുറ്റക്കാരൻ. തന്മൂലം പീലാത്തോസ് അവിടുത്തെ മോചിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ യൂദന്മാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, അവനെ വിട്ടയക്കുന്ന പക്ഷം അങ്ങ് സീസറിന്റെ സ്നേഹിതനല്ല. സ്വയം രാജാവാകാൻ ശ്രമിക്കുന്നവരെല്ലാം സീസറിന്റെ ശത്രുക്കളാവുന്നു. അത് കേട്ടപ്പോൾ പീലാത്തോസ് വീണ്ടും ഈശോയെ പുറത്തു കൊണ്ടുചെന്നു. ഹീബ്രു ഭാഷയിൽ ഗബാഥ എന്ന് പറയുന്ന കൽത്തളത്തിൽ അദ്ദേഹം ഉപവിഷ്ടനായി. അന്ന് പെസഹ വെള്ളിയാഴ്ചയായിരുന്നു. സമയം ഏകദേശം 12 മണിയായി. പീലാത്തോസ് യൂദന്മാരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. അത് കേട്ടപ്പോൾ അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവനെ കൊണ്ടുപോവുക, അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കുക. പീലാത്തോസ് അവരോട് ചോദിച്ചു, എന്ത്, നിങ്ങളുടെ രാജാവിനെ ഞാൻ കുരിശിൽ തറയ്ക്കണമെന്നോ? അതിന് പ്രധാന ആചാര്യന്മാരാണ് മറുപടി പറഞ്ഞത്, സീസറല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു രാജാവില്ല. തന്റെ പരിശ്രമമെല്ലാം നിഷ്ഫലമാകുന്നുവെന്നും കലഹം വർദ്ധിക്കുവാനാണ് സാധ്യതയെന്നും പീലാത്തോസിന് മനസ്സിലായി. അതിനാൽ അദ്ദേഹം വെള്ളമെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈകൾ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അത് കേട്ട് ജനങ്ങൾ വിളിച്ചു പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്താനങ്ങളുടെ മേലും വീണുകൊള്ളട്ടെ. പീലാത്തോസ് ഉടനെ ഈശോയെ ക്രൂശിക്കുവാനായി അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവിടുത്തെ പിടിച്ച് ചുവന്ന മേലങ്കി മാറ്റി സ്വന്തം വസ്ത്രങ്ങൾ ധരിപ്പിച്ച് കുരിശിൽ തറയ്ക്കുവാൻ കൊണ്ടുപോയി. അവിടുന്ന് കുരിശും ചുമന്നുകൊണ്ട് കപാലം എന്ന സ്ഥലത്തേക്ക് നടന്നു. ഹീബ്രു ഭാഷയിൽ അത് ഗാഗുൽഥ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വഴിക്ക് വെച്ച് അവർ സെറീൻകാരനായ ഒരു മനുഷ്യനെ കണ്ടു. അയാളുടെ പേര് ഷിമയോൻ എന്നായിരുന്നു. അലക്സാണ്ടറിന്റെയും റൂഫോസിന്റെയും പിതാവായ ആ മനുഷ്യൻ വയലിൽ നിന്ന് വരികയായിരുന്നു. ഈശോയുടെ കുരിശ് ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിക്കുകയും അത് വഹിച്ചുകൊണ്ട് പുറകെ ചെല്ലുവാൻ അത് അയാളുടെ മേൽ വെച്ചു കൊടുക്കുകയും ചെയ്തു. വലിയൊരു ജനക്കൂട്ടം ഈശോയെ അനുഗമിച്ചു. അവിടുത്തെക്കുറിച്ച് കരയുകയും പ്രലപിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അനേകം സ്ത്രീകളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവിടുന്ന് അവരുടെ നേരെ തിരിഞ്ഞ് ഇങ്ങനെ അരുളി ചെയ്തു, ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ പ്രതി കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. വന്ധ്യകൾക്കും ഗർഭം ധരിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത പയോദരങ്ങൾക്കും ഭാഗ്യമെന്ന് മനുഷ്യർ പറയുന്ന കാലം വരുന്നു. അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്നും മലകളോട് ഞങ്ങളെ മൂടുവിനെന്നും പറഞ്ഞു തുടങ്ങും. പച്ചമരത്തോട് ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഉണക്കമരത്തിന് എന്താണ് സംഭവിക്കുക? വധിക്കപ്പെടുവാനുള്ള 2 കുറ്റവാളികളും ഈശോയുടെ കൂടെ അവർ കൊണ്ടുപോയിരുന്നു. ഗാഗുൽത്തായിലെത്തിയപ്പോൾ മീറ കലർത്തിയ വീഞ്ഞ് അവിടുത്തേക്ക് കുടിക്കുവാൻ കൊടുത്തു. അവിടുന്ന് അത് രുചിച്ചു നോക്കിയെങ്കിലും കുടിച്ചില്ല. അനന്തരം അവർ ഈശോയെ കുരിശിൽ തറച്ചു. വലത്തും ഇടത്തുമായി 2 കള്ളന്മാരെയും കുരിശിൽ തറച്ചു. ദുഷ്ടന്മാരുടെ കൂടെ അവിടുന്ന് എണ്ണപ്പെട്ടു എന്ന തിരുവെഴുത്ത് അങ്ങനെ നിറവേറുകയും ചെയ്തു.
ഞാനൊരു മനുഷ്യനല്ല, കൃമിയാകുന്നു. മനുഷ്യരുടെ നിന്നാപാത്രവും ജനങ്ങളുടെ പരിഹാസ വിഷയവുമാകുന്നു. കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു, വികൃതമായ അങ്കികളാൽ നിന്ദിക്കുന്നു. അവൻ കർത്താവിനെ ആശ്രയിച്ചല്ലോ, അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ. അവിടുന്ന് അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനെ സ്വതന്ത്രനാക്കട്ടെ. എൻ്റെ ജനനം മുതൽ തന്നെ അങ്ങെൻ്റെ ദൈവവും അഭയവുമാകുന്നു. അങ്ങേക്ക് ഞാൻ സ്വയം സമർപ്പിച്ചിരുന്നു. ഞാൻ ദുഃഖിതനായിരിക്കയാൽ എന്നിൽ നിന്ന് അകന്നു പോകരുതേ. എന്നെ സഹായിക്കാൻ ആരുമില്ല. ബൈസാനിലെ മൃഗങ്ങൾ എന്നെ വളഞ്ഞു, അലറുന്ന സിംഹത്തെ പോലെ അവ എന്നെ വിഴുങ്ങുവാൻ വരുന്നു. വെള്ളം പോലെ ഞാൻ ഒഴുകിപ്പോയി, എന്റെ സന്ധികൾ വേർപെട്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം മെഴുകിന് തുല്യമായി, ഉള്ളിലെ അവയവങ്ങൾ ഉരുകി തുടങ്ങി. ഇഷ്ടിക പോലെ എന്റെ തൊണ്ട വരണ്ടു, നാവ് തൊണ്ടയോട് ഒട്ടിച്ചേർന്നു. അങ്ങനെ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നു. നായ്ക്കൾ എന്നെ ചുറ്റിവളഞ്ഞു, ദുഷ്ടന്മാർ എന്നെ വലയം ചെയ്തു. എന്റെ കൈകളും കാലുകളും അവർ തുളച്ചു, എന്റെ അസ്ഥികളെല്ലാം അവരെണ്ണി. അവർ എന്നെ ഉറ്റുനോക്കി. അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുത്തു, മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടയിട്ടു. 3 മണിക്കാണ് അവർ ഈശോയെ കുരിശിൽ തറച്ചത്. കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തു: പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, എന്തുകൊണ്ടെന്നാൽ തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല. ഈശോയുടെ പേരിലുണ്ടായിരുന്ന ആരോപണം പീലാത്തോസ് ഒരു ഫലകമേൽ എഴുതി കൊടുത്ത് അവിടുന്ന് കുരിശിന്മേൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആ എഴുത്ത് ഇങ്ങനെയായിരുന്നു: യൂദന്മാരുടെ രാജാവായ നസറായൻ ഈശോ. അവിടുത്തെ കുരിശിൽ തറച്ച സ്ഥലം പട്ടണത്തിന് സമീപമായിരുന്നതിനാൽ യൂദന്മാരിൽ പലരും അത് വായിച്ചു. ഹീബ്രു, ലത്തീൻ, ഗ്രീക്ക് എന്നീ 3 ഭാഷകളിലും അത് എഴുതപ്പെട്ടിരുന്നു. അതിനാൽ പ്രധാനാചാര്യന്മാർ ചെന്ന് പീലാത്തോസിനോട് പറഞ്ഞു: യൂദന്മാരുടെ രാജാവ് എന്നെല്ലാം താൻ യഹൂദരുടെ രാജാവാണെന്ന് അവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. പീലാത്തോസ് മറുപടി പറഞ്ഞു: ഞാൻ എഴുതിയത് തന്നെ. ഈശോയെ കുരിശിൽ തറച്ച ശേഷം പടയാളികൾ അവിടുത്തെ വസ്ത്രങ്ങൾ 4 പങ്കിട്ടെടുത്തു. അവിടുത്തെ മേലങ്കി മുകൾ മുതൽ അടിവരെ നെയ്യപ്പെട്ടതായിരുന്നതിനാൽ അവർ പറഞ്ഞു: അത് കീറേണ്ട, അത് ആർക്കുള്ളതായിരിക്കണമെന്ന് നമുക്ക് ചിട്ടിയിട്ട് നിശ്ചയിക്കാം. എൻ്റെ വസ്ത്രങ്ങൾ അവർ പങ്കിട്ടെടുത്തു, എൻ്റെ മേലങ്കിക്കായി അവർ നറുക്കിട്ടു എന്നുള്ള തിരുവെഴുത്ത് നിറവേറണമല്ലോ. അതുകൊണ്ട് പടയാളികൾ ഇങ്ങനെയെല്ലാം ചെയ്യാനിടയായത്. പടയാളികൾ ഈശോയുടെ പക്കൽ കാവലിരുന്നു. സംഭവിച്ചതെല്ലാം നോക്കിക്കൊണ്ട് ജനങ്ങൾ അവിടെ തന്നെ നിന്നു. വഴിയെ പോയിക്കൊണ്ടിരുന്നവർ പുച്ഛഭാവത്തിൽ തല കുലുക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: നീ ദേവാലയം നശിപ്പിച്ചിട്ട് 3 ദിവസം കൊണ്ട് വീണ്ടും അതും പണിയുന്നവനല്ലയോ? നീ നിന്നെ തന്നെ രക്ഷിക്കുക. അപ്രകാരം തന്നെ പ്രധാനാചാര്യന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും പരിഹാസ ഭാവത്തിൽ പരസ്പരം ഇങ്ങനെ പറഞ്ഞു: ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കുവാൻ ഇവന് കഴിയുന്നില്ലല്ലോ. ഇസ്രായേലിന്റെ രാജാവായ മിശിഹ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. അതുകൊണ്ട് നമുക്കും അവനിൽ വിശ്വസിക്കാം. ഇവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മിശിഹയാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. ഇവൻ ദൈവത്തെ ആശ്രയിച്ചിരുന്നല്ലോ. അവിടുന്ന് ഇവനിൽ സംപ്രീതനാണെങ്കിൽ ഇപ്പോൾ ഇവനെ രക്ഷിക്കട്ടെ. താൻ ദൈവപുത്രനാണെന്നല്ലോ ഇവൻ പറഞ്ഞിരുന്നത്. പടയാളികളും ഈശോയെ പരിഹസിച്ചിരുന്നു. ചുരുക്ക കൊടുക്കുവാൻ അടുത്തു ചെന്നപ്പോൾ അവർ ഇപ്രകാരം പറഞ്ഞു: നീ യഹൂദന്മാരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഈശോയുടെ കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന കള്ളന്മാർ പോലും അവിടുത്തെ നിന്ദിക്കുകയാണ് ചെയ്തത്. അവരിൽ ഒരുവൻ പുച്ഛഭാവത്തിൽ അവിടുത്തോട് ഇങ്ങനെ പറഞ്ഞു: നീ മിശിഹായാണെങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അത് കേട്ട് മറ്റവൻ അവനെ ശകാരിച്ചു: നിനക്ക് ദൈവത്തെ പോലും ഭയമില്ലയോ? നിനക്കും ആ മനുഷ്യനും ഒരേ ശിക്ഷയല്ലേ ലഭിച്ചിരിക്കുന്നത്? നമ്മുടെ കാര്യം പറഞ്ഞാൽ നാം അതിനർഹരാണ്. എന്നാൽ അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അനന്തരം അവൻ അവിടുത്തെ ഇങ്ങനെ അപേക്ഷിച്ചു: ഈശോയെ, അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. അവിടുന്ന് അവനോട് അരുൾ ചെയ്തു: നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കുമെന്ന് നിന്നോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈശോയുടെ കുരിശിനടുത്ത് അവിടുത്തെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയഫാസിൻ്റെ ഭാര്യയായ മറിയവും മഗ്ദലിന മറിയവും നിന്നിരുന്നു.
അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും സമീപത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഈശോ അമ്മയോട് അരുളി ചെയ്തു, സ്ത്രീ, ഇതാ നിങ്ങളുടെ പുത്രൻ. അനന്തരം അവിടുന്ന് ആ ശിഷ്യനോട് അരുളി ചെയ്തു, ഇതാ നിന്റെ അമ്മ. ഉടൻ തന്നെ ആ ശിഷ്യൻ അവരെ സ്വീകരിച്ചു. സമയം 6 മണിയായി. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടുപോയി. 9 മണിവരെ നാട് മുഴുവൻ അന്ധകാരമായിരുന്നു. ഏകദേശം 9 മണിയായപ്പോൾ ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു, ഏൽ ഏൽ ലാമ സബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടാണ് അങ്ങ് എന്നെ ഉപേക്ഷിച്ചത്? അടുത്തു നിന്നിരുന്നവർ അത് കേട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാ അവൻ ഏലിയായെ വിളിക്കുന്നു. അനന്തരം സമസ്തവും നിറവേറിക്കഴിഞ്ഞുവെന്ന് ഗ്രഹിച്ച് വിശുദ്ധ ലിഖിതത്തിൻ്റെ പൂർത്തീകരണത്തിനായി ഈശോ ഇപ്രകാരം അരുളി ചെയ്തു, എനിക്ക് ദാഹിക്കുന്നു. ചുരുക്ക നിറച്ച ഒരു പാത്രം അവിടെ ഉണ്ടായിരുന്നു. ഉടനെ ഒരാൾ ഓടിച്ചെന്ന് നീർപ്പഞ്ഞയെടുത്ത് ചുരുക്കായിൽ മുക്കി ഒരു ഞാങ്ങണമേൽ വെച്ച് കെട്ടി അവിടുത്തെ അതരത്തോട് അടുപ്പിച്ചു. അത് കണ്ട് മറ്റുള്ളവർ പറഞ്ഞു, നിൽക്കൂ, ഏലിയ അവനെ രക്ഷിക്കുവാൻ വരുമോ എന്ന് കാണട്ടെ. ഈശോ ചുരുക്ക രുചിച്ച ശേഷം ഇങ്ങനെ അരുളി ചെയ്തു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവിടുന്ന് ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അനന്തരം അവിടുന്ന് തലചായിച്ച് ആത്മാവിനെ സമർപ്പിക്കുകയും ചെയ്തു. കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. എല്ലാവരും ഇരിക്കുക. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ അലക്സച്ച, ബ്രദർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എയ്ലി വീസൻ എന്ന എഴുത്തുകാരൻ ദ നൈറ്റ് എന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ഹിറ്റ്ലറുടെ കിരാതനമായ ഭരണത്തിന് കീഴിൽ പലതരത്തിലുള്ള പീഡകളും സഹനങ്ങളും മരണങ്ങളുമൊക്കെ അനുഭവിച്ച യഹൂദരുടെ കഥയാണ് അതിൻ്റെ അകത്ത് പറയുക. യഹൂദരെ ഒന്നടങ്കം ഇല്ലായ്മ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ലക്ഷക്കണക്കിന് യഹൂദരെയാണ് ഹിറ്റ്ലർ തൻ്റെ ഭരണകാലത്ത് കൊന്നൊടുക്കിയത്. ഗ്യാസ് ചേമ്പറിലും കഴുമരത്തിലും വെടിയുണ്ട ഉതിർത്തുമൊക്കെ ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളെയാണ് അയാൾ കൊന്നൊടുക്കിയത്. എയ്ലി വീസൽ ആ ഒരു സമയത്ത് 12 വയസ്സുകാരനായിരുന്നു.
എലി വീസലിനെയും അദ്ദേഹത്തിൻ്റെ പിതാവിനെയും ഈ ഹിറ്റ്ലറിൻ്റെ ഭടന്മാർ തടവിലാക്കി. എല്ലാ ദിവസവും രാവിലെ ഇവരെ അടിമപ്പണി ചെയ്യിപ്പിക്കുവാനായിട്ട് കൊണ്ടുപോകും. പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും മൃതശരീരങ്ങൾ കിടക്കുന്നത് കാണാം. അതുപോലെ തന്നെ കഴുമരങ്ങളിൽ ചിലപ്പോഴൊക്കെ മരണപ്പെട്ട ആളുകൾ തൂങ്ങിക്കിടക്കുന്നത് കാണാം. ഇതെല്ലാം മാനസികമായിട്ട് ഈ യഹൂദരുടെ ശക്തി കെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്ത പദ്ധതികളായിരുന്നു. ഒരു ദിവസം പ്രഭാതത്തിൽ ഇവരെ ഈ ആളുകളെ യഹൂദരെ പണിയെടുപ്പിക്കുവാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അകലെ ആ മൈതാനത്തിൻ്റെ അറ്റത്ത് 3 കഴുമരങ്ങളിൽ 3 മനുഷ്യ ശരീരങ്ങൾ കിടക്കുന്നത് കണ്ടു. നടുവിലുള്ള കഴുമരത്തിൽ ഏതാണ്ട് 12 വയസ്സോ 13 വയസ്സോ ഉള്ള ഒരു കുട്ടിയാണ്. അവൻ മരണപ്പെട്ടിട്ടില്ല. അവൻ്റെ കഴുത്തിൽ കുരുക്ക് വീണ് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മരണവേദനയാൽ പിടയുകയാണ്. അവൻ തൻ്റെ ശരീരം മുഴുവൻ മാന്തിപ്പറിക്കുകയാണ് മരണവേദനയാൽ. ഇത് കാണുന്ന ലൈനിലുള്ള എലി വീസലിൻ്റെ തൊട്ട് മുൻപിൽ തന്നെയുള്ള ഒരു യുവാവ് ഇപ്രകാരം വിളിച്ചു പറയുന്നുണ്ട്, ഈസ് ദെയർ എ ലവിങ് ഗോഡ്. വീണ്ടും വീണ്ടും അദ്ദേഹം വിളിച്ചു പറയുകയാണ്, ഈസ് ദെയർ എ ലവിങ് ഗോഡ്. സ്നേഹനിധിയായ ഒരു ദൈവമുണ്ടോ? പെട്ടെന്ന് പിറകിൽ നിന്ന് വൃദ്ധനായ ഒരു മനുഷ്യൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, യെസ് ദർ ഈസ് എ ലവിങ് ഗോഡ്. വീണ്ടും ഈ യുവാവ് ആ വൃദ്ധനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, വെർ ഈസ് ദിസ് ലവിങ് ഗോഡ്? ഉടനെ തന്നെ ആ വൃദ്ധനായ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, ഹീ ഈസ് ഓൺ ദ ഗാലോസ്. അവൻ ഇന്ന് ആ കഴുമരത്തിൽ പിടഞ്ഞ് മരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ദുഃഖവെള്ളിയാണ്. ഈ ദുഃഖവെള്ളിയാഴ്ച വളരെ പ്രത്യേകമായിട്ട് നമ്മൾ അനുസ്മരിച്ചത് ദൈവം കഴുമരത്തിൽ പിടഞ്ഞ് മരിക്കുന്നതിനെക്കുറിച്ചാണ്. എന്തിനു വേണ്ടിയാണ് ഈ ദൈവം ഇപ്രകാരം നമുക്ക് വേണ്ടി മരിച്ചത്? കൃത്യമായിട്ട് പറഞ്ഞാൽ ദുഃഖവെള്ളി എന്നത് മലയാളത്തിൽ ദുഃഖവെള്ളിയാണെങ്കിലും ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ പറയുക ഗുഡ് ഫ്രൈഡേ എന്നാണ്. ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ നല്ല വെള്ളി എന്നാണ്. ഈ നല്ല വെള്ളി അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നതിൽ തന്നെ ദൈവത്തിൻ്റെ മരണം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണം എന്തുകൊണ്ടാണ് മനുഷ്യരാശിക്ക് നല്ലതായി ഭവിച്ചത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. യുഗാന്ത്യങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം കാത്തിരുന്ന ദൈവത്തിൻ്റെ രക്ഷ സമാഗതമായ ദിനമാണ് ദുഃഖവെള്ളി. അതുകൊണ്ടാണ് ആ ദുഃഖവെള്ളിയെ നല്ല വെള്ളി എന്ന് നാം പറയുക. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് പിടഞ്ഞ ഒരു ദൈവത്തെ പ്രത്യേകമായിട്ട് നമ്മളിന്ന് ഓർക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ സഹനങ്ങളുണ്ടാകുമ്പോൾ, വേദനകളുണ്ടാകുമ്പോൾ, രോഗങ്ങളുണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മളും ഈ എലി വീസൽ എഴുതിയ കഥയിലെ സംഭവത്തോട് യോജിച്ചുകൊണ്ട് തന്നെ, അല്ലെ ആ ചെറുപ്പക്കാരനെ പോലെ തന്നെ നമ്മളും ചോദിക്കാറുണ്ട്, എവിടെയാണ് ദൈവം? ഈസ് ദെയർ എ ഗോഡ്? ആ ദൈവം സ്നേഹിക്കുന്നുണ്ടോ? എങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് എന്തുകൊണ്ടാണ് അവൻ പ്രവേശിക്കാത്തത്, ഇടപെടാത്തത്? എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് അവൻ അത്ഭുതം പ്രവർത്തിക്കാത്തത്? ഇന്നത്തെ ആദ്യ വായനയിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ട് നമ്മൾ കേട്ടു, അബ്രാഹാം എപ്രകാരമാണോ തൻ്റെ പുത്രനായ ഇസ്ഹാക്കിനെ മോറിയാമലയിൽ ബലിയർപ്പിക്കുവാനായിട്ട് പോകുന്നത് എന്ന്. അവിടെ ദൈവം ഇടപെട്ടു, അബ്രാഹത്തെ തൻ്റെ മകനെ ബലി കഴിക്കുന്നതിൽ നിന്ന് തടഞ്ഞു. എന്നാൽ കുരിശിൽ മരിക്കുന്ന യേശുവിനെ പിതാവ് കൈവെടിയുന്ന ചിത്രമാണ് നമ്മൾ കാണുക. കാരണം അത് പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു. ഈശോ പോലും പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു നിമിഷം കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന്. എന്നാൽ ഉടൻ തന്നെ അവൻ തിരുത്തി പറയുകയാണ്, ഇത് നിൻ്റെ ഹിതമാണെങ്കിൽ ഇതനുസരിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടെങ്കിൽ, അത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ
അതിനെ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് തന്നെയാണ് നാം അതിനെ സ്വീകരിക്കേണ്ടത്. എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, എനിക്ക് സഹിക്കാൻ പറ്റാത്ത പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തളരുകയല്ല വേണ്ടത്. മറിച്ച് എനിക്ക് വേണ്ടി കുരിശിൽ പിടഞ്ഞു മരിച്ച ആ ഈശോയെ കാണുവാനായിട്ട് എൻ്റെ കണ്ണുകൾ ഉയർത്തി നോക്കുവാൻ എനിക്ക് സാധിക്കണം. അപ്പോൾ ഈ വേദനകൾ, ഈ സഹനങ്ങൾ രക്ഷാകരമായിട്ട് മാറും. പലപ്പോഴും നാം നോക്കുന്നത് നമ്മുടെ തന്നെ വേദനകളിലേക്കാണ്, നമ്മിലേക്ക് തന്നെയാണ് നാം നോക്കുന്നത്. നമ്മിലേക്ക് തന്നെ നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ വേദനകളും സഹനങ്ങളും ഒക്കെ അർത്ഥശൂന്യമായിട്ട് മാറും. എന്നാൽ നാം നോക്കേണ്ടത്, വേദനകളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നാം നോക്കേണ്ടത് ക്രിസ്തുവിലേക്കാണ്. എനിക്ക് വേണ്ടി ജീവൻ നൽകിയ ആ ദൈവത്തെ കാണുവാൻ എനിക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും സഹനങ്ങളെ രക്ഷാകരമാക്കി മാറ്റിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ രക്ഷാകരമായ മാനത്തെക്കുറിച്ച് യേശയ്യാ പ്രവാചകൻ ക്രിസ്തുവിന് മുൻപ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇപ്രകാരം പറയുന്നുണ്ട്, പ്രവചിക്കുന്നുണ്ട്. യേശയ്യായുടെ പുസ്തകം 53-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുക: നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ക്രിസ്തുവിൻ്റെ മരണം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് കൃത്യമായിട്ട് ഇവിടെ വ്യക്തമാക്കുകയാണ്. അവൻ്റെ മരണമാണ് നമുക്ക് രക്ഷ നൽകി തരുന്നത്. അവൻ്റെ മരണമാണ് ഈ രക്ഷയിലേക്ക് നമ്മെ കൈപിടിച്ച് ഉയർത്തുന്നത്. ഈ ഒരു തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ നാം ഈ പീഡാനുഭവ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടത്. മനുഷ്യപാപത്തിൻ്റെ ഭീകരത എത്രമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ നാം തുടങ്ങിയത്. തിന്മയുടെ ആധിക്യം ദൈവത്തെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വായിക്കുക: തിന്മ ഭൂലോകത്ത് നിറഞ്ഞപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ഖേദിച്ചു പോയ, സങ്കടപ്പെടുന്ന ഒരു ദൈവത്തെയാണ്. പിന്നീട് ആ ദൈവം എല്ലാം ജലപ്രളയത്താൽ നശിപ്പിക്കുകയാണ്. താൻ സൃഷ്ടിച്ച തൻ്റെ മനുഷ്യനെ, താൻ സൃഷ്ടിച്ച സർവ്വത്തെയും നശിപ്പിക്കുവാനായിട്ട് ദൈവം വെമ്പൽ കൊള്ളുന്നു. പിന്നീട് ഇതേ ദൈവം തന്നെ നോഹയുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കുന്നു. പിന്നീട് നമ്മൾ കാണുക, പുതിയ നിയമത്തിൽ വീണ്ടും ഈ പാപത്തിൻ്റെ കഠോരത നിറഞ്ഞു വരുമ്പോൾ, പാപം നിറഞ്ഞു വരുമ്പോൾ ദൈവം എല്ലാം നശിപ്പിക്കുകയല്ല ചെയ്യുക, മറിച്ച് തൻ്റെ പുത്രൻ്റെ രക്തത്താൽ അവിടുന്ന് ലോകത്തെ രക്ഷിക്കുകയാണ് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, സഹനത്തിൻ്റെ ഈ മൂല്യം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സമൂഹത്തിൽ പലതരത്തിലുള്ള സഹനങ്ങൾ നമുക്കുണ്ട്, വേദനകൾ നമുക്കുണ്ട്. അതിനെ പലപ്പോഴും നമ്മൾ ഇല്ലായ്മ ചെയ്യുവാനായിട്ടാണ് പ്രാർത്ഥിക്കുക. അത്ഭുതകരമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇടപെടണം, ഈ വേദനകൾ ഇല്ലാതാക്കി തീർക്കണമെന്നാണ് നാം എപ്പോഴും പ്രാർത്ഥിക്കുക. എന്നാൽ ഇന്നത്തെ പീഡാനുഭവ ചരിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് അവസാന ഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ശതാധിപൻ ക്രിസ്തുവിൻ്റെ മരണത്തെ മുന്നിൽ കാണുമ്പോൾ അദ്ദേഹം വിളിച്ചു പറയുക, സത്യമായും ഇവനൊരു ദൈവപുത്രനായിരുന്നു എന്നാണ്. യേശുവിൻ്റെ മരണം മുന്നിൽ കാണുമ്പോൾ ശതാധിപൻ വിളിച്ചു പറയുക, ഇവൻ ദൈവപുത്രനായിരുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം സഹനങ്ങളിൽ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് ഈ മനുഷ്യന് സാധിച്ചു എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ സഹനത്തിൽ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് ശതാധിപന് സാധിച്ചു. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേദനകളും കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കരം കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത്ഭുതങ്ങൾ നടക്കുമ്പോൾ ദൈവത്തെ കാണാൻ, ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ വേദനകളിലും ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും പലപ്പോഴും ദൈവത്തിൻ്റെ കരം കാണാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ വേദനകളിലും കഷ്ടപ്പാടുകളിലും നമ്മോടൊപ്പം സഹതപിച്ച, നമ്മളെ പൂർണ്ണമായിട്ടും അറിയുന്ന, നമ്മുടെ വേദനകൾ ഒരുപക്ഷെ ഒരു പടി കൂടി കൂടുതൽ അനുഭവിച്ച ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഈ പീഡാനുഭവ ചരിത്രത്തിൽ ഒരുപാട് കഥാപാത്രങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഇന്ന് ഈ പീഡാനുഭവ ചരിത്രം ആവർത്തിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ധ്യാനിക്കുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യവും ഇതാണ്: ഈ കഥാപാത്രങ്ങളിൽ ഞാൻ എവിടെയാണ്? ഞാൻ ആരുടെ സ്ഥാനത്താണ്? പീലാത്തോസിനെ പോലെ
അന്യായമായിട്ട് ഞാൻ എൻ്റെ കുടുംബത്തിലുള്ളവരെ, സമൂഹത്തിലുള്ളവരെ, സഹപ്രവർത്തകരെ പീഡിപ്പിക്കുന്നുണ്ടോ? അവർ നീതിമാന്മാരാണ് എന്നറിഞ്ഞിട്ടും മനഃപൂർവ്വം അവർക്കെതിരെ പ്രതികരിക്കുന്നുണ്ടോ? അവരെ നശിപ്പിക്കുന്നുണ്ടോ? നീതിമാനായ മനുഷ്യരെ നാം ഒറ്റക്കൊടുക്കുന്നുണ്ടോ? തള്ളിപ്പറയുന്നുണ്ടോ? ഒരുപക്ഷെ അത് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ആയിരിക്കാം. എൻ്റെ മാതാപിതാക്കളെ ഞാൻ തള്ളിപ്പറയുമ്പോൾ, എൻ്റെ മാതാപിതാക്കളെ ഞാൻ ഒറ്റക്കൊടുക്കുമ്പോൾ, ഭാര്യയെ ഞാൻ ഒറ്റക്കൊടുക്കുമ്പോൾ, ഭർത്താവിനെ തള്ളിപ്പറയുമ്പോൾ, മക്കളെ ഒറ്റക്കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ തള്ളിപ്പറയുമ്പോൾ, നാമും ഈ പീഡാനുഭവ ചരിത്രത്തിലെ ഇതുപോലെയുള്ള കഥാപാത്രങ്ങളുമായിട്ട് നമ്മെ തന്നെ ഒന്നാക്കി മാറ്റുകയാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, സഹനത്തിൻ്റെ അർത്ഥം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ നമ്മെ സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോറൻസ് ഓഫ് ബ്രിൻഡിസിയെക്കുറിച്ച് ഇപ്രകാരം ഒരു കഥ പറയുന്നുണ്ട്. കഥയല്ല, സംഭവമാണ്. അദ്ദേഹം ഒരു കപ്പൂച്ചൻ വൈദികനായിരുന്നു, വിശുദ്ധനായിരുന്നു. അദ്ദേഹം ഈ വൈദികനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ആബട്ടിനെ അല്ലെങ്കിൽ സുപ്പീരിയറിനെ സമീപിക്കുമ്പോൾ ആ സമൂഹത്തിലെ സുപ്പീരിയർ അദ്ദേഹത്തോട് ഇപ്രകാരം പറയുന്നുണ്ട്: മോനെ, കപ്പൂച്ചൻ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണ്, പ്രയാസം നിറഞ്ഞതാണ്, ക്ലേശങ്ങൾ നിറഞ്ഞതാണ്, സഹനങ്ങളുള്ളതാണ്. ഈ സഹനങ്ങൾ ഒക്കെ സഹനങ്ങളുടെ മധ്യേ നടന്നു പോകുവാനായിട്ട് നിനക്ക് സാധിക്കുമോ? അദ്ദേഹം ലോറൻസ് ഓഫ് ബ്രിൻഡിസി ഇപ്രകാരം ആ സുപ്പീരിയറിനോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ക്രൂശിത രൂപമുണ്ടോ? അപ്പോൾ സുപ്പീരിയർ പറയുന്നുണ്ട്, എല്ലാ മുറികളിലും ക്രൂശിത രൂപമുണ്ട്. അപ്പോൾ ലോറൻസ് പറയുന്ന ഇപ്രകാരമാണ്: എങ്കിൽ എനിക്കത് മതി, എൻ്റെ കർത്താവ് എന്നെ നോക്കിക്കൊള്ളും, ഏത് സഹനങ്ങളുടെ മധ്യേയും അവൻ എന്നെ സംരക്ഷിച്ചുകൊള്ളും. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവുക. നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മുടെ സഹനങ്ങളിൽ, നമ്മുടെ വേദനകളിൽ ദൈവം നമ്മെ താങ്ങി നടത്തും എന്ന ബോധ്യത്തോടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി അനുതാപത്തോടും ശ്രദ്ധയോടും കൂടി ഞങ്ങളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ എന്നപേക്ഷിക്കാം. അനുതാപത്തിന്റെ വഴിയിലേക്ക് പാപികളെ വിളിക്കുവാൻ വന്ന മിശിഹായെ, തന്റെ മുറിവുകളാൽ ഞങ്ങളുടെ മുറിവുകൾ സുഖമാക്കുകയും തന്റെ മരണത്താൽ മരണത്തിന്മേൽ വിജയം വരിക്കുകയും ചെയ്ത് ജീവിക്കുന്നവനായ മിശിഹായെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും വേളയിൽ സൂര്യചന്ദ്രന്മാർ മുഖം മറയ്ക്കുന്നതിനും സൃഷ്ടജാലങ്ങൾ വിലപിക്കുന്നതിനും ഇടയാക്കിയ മിശിഹായെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കുരിശുമരണത്താൽ സ്വർഗവാസികളെ സമാശ്വസിപ്പിക്കുകയും തന്റെ ക്രൂശിച്ചവരെ പോലും നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. മരണശേഷം പാതാളത്തിലിറങ്ങി അവിടെ ഉണ്ടായിരുന്നവർക്ക് പ്രത്യാശയുടെ സുവിശേഷം നൽകിയ മിശിഹായെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. മരണത്താൽ വിശുദ്ധരുടെ കല്ലറകൾ തുറക്കുകയും അവർക്ക് പുനർജീവൻ നൽകുകയും അതുവഴി തന്നെ ക്രൂശിച്ചവരെ ലജ്ജിതരാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഗാഗുൽത്ത മലയിൽ തന്റെ സമർപ്പണം വഴി ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കുരിശിലെ സഹനവേളയിൽ മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്കും നവീകരണത്തിനുമായി കയ്പുനീര് രുചിച്ച മിശിഹായെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. തന്റെ ആടുകൾക്കായി സ്വയം ബലിയർപ്പിക്കുകയും രക്തത്താൽ അവരെ വീണ്ടെടുത്ത് ദുഷ്ടരിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത നല്ല ഇടയനും കർത്താവുമായ മിശിഹായെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. എല്ലാത്തിനെയും കൃപാപൂർവം ഭരിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗവാസികളാൽ സ്തുതിക്കപ്പെടുവാനും ഭൂവാസികളാൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കപ്പെടുന്നവനുമായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ രക്ഷകനായ മിശിഹായെ, നിന്റെ സഭയെ വഞ്ചനയിൽ നിന്ന് രക്ഷിക്കുകയും നിന്റെ ആരാധകരിൽ നിന്ന് പാപങ്ങളെയും കടങ്ങളുടെയും ഭാരം നീക്കുന്നതിനും വിവിധ സഭാ സമൂഹങ്ങളിൽ നിരദാസർക്ക് സമാധാനവും സന്തോഷവും നൽകുകയും മനുഷ്യവംശത്തോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ട് കരുണാപൂർവം അവയ്ക്ക് ഉത്തരമരുളുന്നതിനായി സകലത്തിന്റെ നാഥനായ ദൈവത്തോട് വിനയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം.
തന്റെ കൃപാകടാക്ഷത്താൽ പരിശുദ്ധ കത്തോലിക്ക സഭയെ പൂർണ്ണയും സന്തുഷ്ടയുമായി പരിപാലിക്കുന്നതിന് വേണ്ടി സകലത്തിന്റെ നാഥനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മേഘസ്തംഭത്തിന്റെ തണലിൽ തിരുസഭയെ സംരക്ഷിക്കുന്നതിനും വചനത്തിന്റെ പ്രകാശത്താൽ അവളെ തേജോപൂർണമാക്കുന്നതിനും സകലത്തിന്റെ നാഥനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മോശയെ പോലെ നയിക്കുന്നതിനും അഹ്റോനെ പോലെ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിനും പത്രോസിനെ പോലെ അജപാലനം നിർവഹിക്കുന്നതിനും സഭ മുഴുവൻ്റെയും തലവനായ മാർ ഫ്രാൻസിസ് പാപ്പായേക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപോലിത്തായ്ക്കും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ പോൾ മെത്രാനെയും മറ്റ് മെത്രാന്മാർക്കും അവരുടെ സഹപ്രവർത്തകർക്കും വേണ്ടി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പിതാക്കന്മാരും ഇടയന്മാരുമായ മെത്രാന്മാർ തങ്ങളുടെ വചനത്താലും പ്രവൃത്തിയാലും അജഗണങ്ങളെ നയിക്കുന്നതിനും ശത്രുവിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിനും വേണ്ടി സകലത്തിന്റെ നാഥനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സഭാ ശുശ്രൂഷയിലൂടെ ലോകത്തിന്റെ വിശദീകരണത്തിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വൈദികർ ദൈവജനത്തെ സത്യത്തിന്റെ മാർഗത്തിലൂടെ നയിച്ച് അവരെ ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമാക്കി തീർക്കുവാൻ സകലത്തിന്റെ നാഥനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയിൽ ശുശ്രൂഷകരായി മുദ്രയാക്കപ്പെട്ടിരിക്കുന്ന ശംശാനമാർ മാലാഖമാരെ പോലെ പരിപൂർണരുടെ മദ്ബഹയിൽ ശുശ്രൂഷിക്കുന്നതിനും സുവിശേഷ ചൈതന്യത്താൽ നിറഞ്ഞ് നല്ലവനായ ദൈവത്തിന്റെ തിരുവിഷ്ടമനുസരിച്ച് തങ്ങളുടെ കടമകൾ നിർവഹിക്കുന്നതിനും സകലത്തിന്റെ നാഥനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാപരം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ സഹന ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ക്ലേശങ്ങളും പീഡകളും സന്തോഷത്തോടെ സഹിക്കുന്നതിനും അങ്ങയുടെ ബലജീവിതം തുടരുന്നതിനും ഞങ്ങളെ ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥന ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഫലദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരക്തങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി
ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ഈ ദിവ്യരഹസ്യങ്ങളെ നമുക്ക് സമീപിക്കാം. ഇവ നമ്മുടെ കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ.
വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അത് സാപത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. ആ സാപത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാപത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കുവാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കുവാനും അവരെ നീക്കം ചെയ്യുവാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികൾ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. യഹൂദരോടുള്ള ഭയം നിമിത്തം യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്യക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു മാറ്റുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന് ശരീരം എടുത്തു മാറ്റി. യേശുവിനെ ആദ്യം രാത്രി ചെന്ന് കണ്ട നിക്കോദേമസും അവിടെ എത്തി. മീറായും ചെന്നിനായികവും ചേർന്ന് ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദരുടെ സംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവർ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിൻ്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിന്റെ സമാധാനം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും സ്ഥാപിക്കണമേ. നിന്റെ കുരിശ് വഴി തിരുസഭയെ ശക്തിപ്പെടുത്തുകയും അവരുടെ സന്താനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ സഭയിൽ നിനക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും എപ്പോഴും സമർപ്പിക്കുവാൻ ഇടയാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. എൻ്റെ കൈകളും കാലുകളും അവർ തുളച്ചു. എൻ്റെ അസ്ഥികളെല്ലാം അവരെണ്ണി. അവർ എന്നെ ഉറ്റുനോക്കി. അവർ എൻ്റെ വസ്ത്രം പങ്കിട്ടെടുത്തു. മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു. കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകരുതേ. എൻ്റെ സഹായത്തിന് വേഗം വരയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സമാപന ആശീർവാദമാണ്. അത് കഴിഞ്ഞ് സാധാരണ നമുക്കറിയാം കുരിശുമുത്തലുണ്ട്. പക്ഷേ ഇന്ന് ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ കുരിശുമുത്തലില്ല. സമാപന ആശീർവാദം കഴിയുമ്പോൾ ഗായക സംഘം ഒരു പാട്ട് പാടും. ആ പാട്ട് പാടുന്ന സമയത്ത് നമ്മൾ ആ പാട്ടിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റാൻസയിൽ തന്നെ നമ്മൾ കുരിശിനെ വണങ്ങി നമ്മൾ ആദ്യത്തെ സ്റ്റാൻസ കഴിയുമ്പോൾ തന്നെ പുറത്തേക്ക് പോകുന്നതായിരിക്കും. പിതാവിൻ്റെ മഹത്വത്തിൻ്റെ പ്രകാശവും അനാദിയിൽ ജനിച്ചവനും സൃഷ്ടികൾക്കും സമയത്തിന് അതീതനും സമയത്തിൻ്റെ പൂർണ്ണതയിൽ മനുഷ്യനായി അവതരിച്ചവനും യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ പരസ്യജീവിതം ആരംഭിച്ചവനും അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി തൻ്റെ ദൈവത്വം തെളിയിച്ചവനും വിജയശ്രീലാളിതനായ ജെറുസലേം പട്ടണത്തിൽ പ്രവേശിച്ചവനും പീഡകൾ സഹിച്ച് ഇതേ ദിവസം കുരിശിൽ സ്വയം അർപ്പിച്ചവനും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഉയർപ്പിലുള്ള പ്രത്യാശ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തവനുമായ മിശിഹാ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിച്ചാരാധിക്കുന്നു. സകലത്തിൻ്റെയും നാഥനും എല്ലാറ്റിൻ്റെയും പരിപാലകനുമായ നിന്നെ ഞങ്ങൾ പ്രത്യാശിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്നു. അനുതാപത്തോടെ നിന്റെ തിരുമുൻപിൽ നിൽക്കുന്ന പാപികളും ബലഹീനരുമായ ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ക്ഷമിച്ച് നല്ല കളനോടൊപ്പം നിന്റെ രാജ്യത്തിന് ഞങ്ങളെയും അർഹരാക്കണമേ. നിന്റെ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താമലയിൽ നിന്നും
മാറ്റൊലി കേൾപ്പൂ. ദൈവമെന്നെ അപരാധമെന്തു ഞാൻ ചെയ്തു? താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ദൈവമെന്നെ അപരാധമെന്തു ഞാൻ ചെയ്തു? ഇവിടെ ഇരിക്കുന്നവരെ പതുക്കെ എഴുന്നേറ്റ് പോകാം. മുന്തിരി ഞാൻ നട്ടു മുന്തിരി ചാറൊരുക്കി വച്ചു. എങ്കിലും ഈ കൈപ്പു നീരല്ലേ ദാഹശാന്തിക്കെനിക്കു നൽകി. ഗൊൽഗൊഥാമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ദൈവമെന്നെ അപരാധമെന്തു ഞാൻ ചെയ്തു? വനത്തിലൂടാനയിച്ചു ഞാൻ മന്നമായി മന്ന തന്നില്ലേ. അതിനെല്ലാം നന്ദിയായി നിങ്ങൾ കുരിശല്ലോ നൽകിടുന്നീപ്പോ. ഗൊൽഗൊഥാമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ദൈവമെന്നെ ക്രൂശിലേറ്റുവാൻ